ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി സിറിയയിലെ ബാഷർ അൽ അസദ് അദ്ദേഹത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സിറിയയിൽ 30 കൊല്ലം ഭരിച്ച ഹാഫിസ് അസദ് എന്ന ഭരണാധികാരിയുടെ രണ്ടാമത്തെ മകനാണ് ബാഷർ അൽ അസദ്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരു ഡോക്ടറായിട്ട് ഡെൻറ്റിസ്റ്റ് ദന്തരോഗ വിദഗ്ധനായി കഴിയുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിന് 34 വയസ്സേ ഉള്ളൂ. 40 വയസ്സ് വേണം പ്രസിഡൻ്റാകാൻ. അപ്പോൾ നിയമം ഇദ്ദേഹത്തിന് വേണ്ടി പാസ്സാക്കിയെടുത്തു. 34 വയസ്സാക്കി പ്രസിഡൻ്റാകുകയാണ്. പ്രസിഡൻ്റായി ഇംഗ്ലണ്ടുകാരിയായ തൻ്റെ ഭാര്യയും ഭാര്യയും 3 മക്കളുമായിട്ട് ഡമാസ്കസ്, സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിൽ വരികയാണ്. ഡമാസ്കസിൽ പ്രസിഡൻ്റെ കൊട്ടാരതുല്യമായിട്ടുള്ള ആ ഭവനം ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ താമസിക്കുകയാണ് ഭാര്യയും കുട്ടികളുമായിട്ട്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വളരെ മതിപ്പ് തോന്നി. മാത്രമല്ല രാഷ്ട്രീയ തടവുകാരെ ഇദ്ദേഹം മോചിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ കൂടുതൽ ആകർഷകരായി. മാത്രമല്ല ഡമാസ്കസ് വസന്തം ആരംഭിക്കുകയാണ്. ഡമാസ്കസ് വസന്തം എന്ന് പറയുന്നത് കലയെ പോഷിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി സാംസ്കാരിക കേന്ദ്രങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും സ്ഥാപിച്ചു. അങ്ങനെ സാമൂഹ്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കുകയാണ്. അപ്പോൾ ഒരു ഡമാസ്കസ് വസന്തമായിട്ട് കാണുകയാണ്. എന്നാൽ കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ക്രൂരനായ ഒരു ഭരണാധികാരി മാറുകയാണ്. ജനങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. മാത്രമല്ല ഒരു ബഹിർഷി ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ആ പ്രക്ഷോഭം സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധമായി മാറുകയാണ്. 2011 മാർച്ചിൽ തുടങ്ങിയ ഈ ആഭ്യന്തര കലഹം 2021 അവസാനിക്കുന്നത്. ഇദ്ദേഹത്തെ പുറന്തള്ളാൻ വേണ്ടി അവിടുത്തെ വിമത സംഘടനകളും ഒത്തുചേർന്ന് എല്ലാവരും കൂടി ഇക്കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി ഞായറാഴ്ച ഇദ്ദേഹത്തെ നിഷ്കാസിതനാക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് പലായനം ചെയ്ത് റഷ്യയിൽ അഭയം പ്രാപിച്ചു. നോക്കണേ, സൗമ്യശീലനും ശാന്തശീലനുമായിട്ടുള്ള ഒരു ഭരണാധികാരി അതിക്രൂരനും നിഷ്ഠൂരനുമായ ഒരു ഭരണാധികാരി മാറി. മാത്രമല്ല ജനങ്ങളുടെ നേരെ രാസായുധം വരെ പ്രയോഗിച്ച ഒരു ഭരണാധികാരിയായി ഇദ്ദേഹം മാറുകയാണ്. ഇതാണ് സിറിയയുടെ ഒരു ചരിത്രം. നന്ദി, നമസ്കാരം.